സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറവിധം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ. മതി. സ്തോത്രം പറയാൻ പറ്റും. അവിടെ ശുദ്ധീകരണത്തിനായിരിക്കുന്ന ആ കല്യാണ വീട്ടിൻ്റെ ആ ഭാഗത്ത്, ആ കിണറിൻ്റെ അവിടെ 2 വ്യക്തികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ആ 2 വ്യക്തികളോട് ഒത്തിരി പേര് സംസാരിക്കാതെ പോകുന്നുണ്ട്. ആ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒരു കാര്യം ശുദ്ധീകരിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ അവരോട് ആരും സംസാരിക്കുന്നില്ല. സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ യേശു അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ ജീവിതം മാറി. ഹലോ, നീ പറയുന്നു നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ കണ്ടിട്ട് മൈൻഡ് വയ്ക്കുന്നില്ല. നമ്മളെ കൂടപ്പുറപ്പുകൾ നമ്മളിപ്പോൾ കണ്ടിട്ട് മൈൻഡ് വയ്ക്കുന്നില്ല. ഞങ്ങൾ 3-4 മക്കളുമാരാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ. ഞാനൊന്നും ചോദിക്കാനൊന്നും പോകുന്നൊന്നുമില്ല അല്ലേ. പക്ഷെ നിന്നെ തേടി യേശു വന്നാൽ, നിൻ്റെ ഈ വിഷയത്തിൽ, നിൻ്റെ ഈ വികാരത്തിൽ, ആ വിഷമത്തിനകത്ത് നീ ഓടിച്ചെന്ന് സഹോദരന്മാരോട് സ്വത്തും അല്ലെങ്കിൽ അമ്മയോട് സ്വത്തും ചോദിക്കാനല്ല ഈ പറയുന്നത്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ അവരെക്കാൾ ശ്രേഷ്ഠതയോടുകൂടി എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. കാരണം ആ ശുദ്ധീകരിക്കപ്പെടുന്ന ആ സ്ഥലത്ത് യഹൂദന്മാർ വരും, ശാസ്ത്രിമാരും, അങ്ങനെ ഒത്തിരി പേര് അതിനകത്തുണ്ട്. സ്തോത്രം. അവരുടെയൊക്കെ ആരും ചെന്ന് സംസാരിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. പക്ഷെ യേശു അവരോട് സംസാരിച്ചു. അവർ അത് അനുസരിച്ചു. പക്ഷെ അവരവിടെ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞില്ല, അയ്യോ ഞങ്ങളോട് സംസാരിക്കല്ലേ, ഞങ്ങൾ താഴ്ന്ന ആൾക്കാരല്ലേ, ഞങ്ങൾ ഉയർന്ന ആൾക്കാരല്ലല്ലോ എന്നൊന്നും പറഞ്ഞില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. എന്നിട്ട് യേശു എന്താ ചെയ്തേ? അവരെ കൊണ്ട് തന്നെ ആ വെള്ളത്തെ അല്ലെങ്കിൽ ആ വീഞ്ഞിനെ കണ്ട, എവിടെയാണെന്ന് നീ ശ്രദ്ധിക്കേ. നിന്റെ മനോഭാവത്തിന് മാറ്റം സംഭവിക്കണമോ, നീ യേശുവിനെ അറിഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ. സ്വത്തുണ്ട് അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട്, ഇവരാരും നമ്മളോടൊപ്പം സംസാരിക്കാൻ വരുമെന്ന് നീ പ്രതീക്ഷിക്കേ വേണ്ട. സ്തോത്രം. 2 കള്ളന്മാർ അപ്പുറം ഉണ്ട്. അതിലൊരൊരുത്തം മാത്രമേ ഉള്ളൂ പരദീസിയുമായി ടച്ചപ്പായി പോയത്. ഇതെന്തിനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? അവിടെ ആ കൽഭരണിയുടെ ഭാഗത്തിരിക്കുന്ന വ്യക്തികൾ ഈ ഒരൊറ്റ സംഭാഷണത്തിനകത്ത് അവരുടെ നിരാശകൾ പൊട്ടിമാറി. അവർ പ്രതീക്ഷിച്ചില്ല. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ 10-14 കേസിൽ പ്രതിയാണ്. എൻ്റെ ജീവിതത്തിൽ യേശു ടച്ച് ചെയ്യാതിരുന്നെങ്കിൽ ഞാൻ ഇന്ന് നല്ലൊരു ക്രിമിനലായി ഭൂമിയിൽ തന്നെയും ഉണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. കൃപയാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നല്ലൊരു വൈഫിനെ കിട്ടി. അവളാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങളുണ്ടായി. സ്തോത്രം. ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എൻ്റെ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ കേൾക്കാം, പ്ലെയിന് കിട്ടിയോ, പുതിയ കാറ് കിട്ടിയോ, അതാ വിസ വല്ലതും കിട്ടിയോ. ഒരു വിസയും വേണ്ട, പ്ലെയിനും വേണ്ട, കാറും വേണ്ട. ഒരു നിത്യത കിട്ടി. ഞാൻ മരിച്ചാൽ ഇവിടെ പോകുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതിന് ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇവിടെ നീ നിൻ്റെ ദൈവത്തെ എങ്ങനെ കാണുന്നുണ്ട്? സ്തോത്രം. എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം വിദേശ യാത്രകളിൽ പോകുന്നുണ്ട്. അവരൊത്തിരി സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട്. ഞാനത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ അടുക്ക ഒരുപാട് പേര് കേട്ടുണ്ട്, രാജീവേ. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു 18 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റിൽ പോകാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്തോ ഈ ഓട്ടോയിൽ പോകും പോലെ 18 തവണ പോയി. കഴിവ് പറയാനല്ല ഈ പറഞ്ഞാട്ട. ആരുടെയൊക്കെയോ വെട്ടുകൊണ്ട് ചാവേണ്ട ഞാൻ, അല്ലെങ്കിൽ ഏതൊക്കെയോ വൻ ക്രിമിനൽ പശ്ചാത്തലത്തിൽ നടന്ന് മൂവ് ചെയ്യേണ്ട എന്നെ വേദപുസ്തകം പഠിപ്പിച്ച് എടുത്ത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയെ പോലെ പ്രസംഗിക്കാൻ ദൈവം അനുവദിച്ചതെങ്കിൽ മഹാഭാഗ്യമില്ലത് അല്ലേ? എൻ്റെ അപ്പനുണ്ട്,
അപ്പം മരിച്ചുപോയി, അമ്മയുണ്ട്, ആരെക്കൊണ്ട്, സഹോദരങ്ങളുണ്ട്, ആരെക്കൊണ്ട് എന്നെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ എന്നെ ഒരുപാട് ഉപദേശിച്ച് നോക്കി, എവിടെ നന്നാവാൻ. എന്നാൽ എൻ്റെ യേശു ഒരൊറ്റ വാക്ക് എന്നോട് സംസാരിച്ചേ ഉള്ളൂ. ആ വാക്ക് എൻ്റെ ഹൃദയത്തിൽ ആഴന്ന് പോയി. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ എന്നുള്ള ആ പാട്ട് ഇന്ന് ദൈവഭാഗത്ത് വന്നിട്ട് 18-19 വർഷമൊന്നും കണ്ടാവുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പദം ആരും പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു യേശു അവിടെ വന്ന് ആ കൽഭരണിയിലെ അടുത്തിരിക്കുന്ന വ്യക്തികളോട് സംസാരിച്ചേ. ഹലോ, നിന്നെ ദൈവമാക്കി വെച്ചിരിക്കണം എന്തിനെന്നറിയാമോ? ഇങ്ങനെയുള്ളവരെ രക്ഷയുടെ ഭാഗത്ത് കൊണ്ടുവരെ. അതുകൊണ്ട് നിന്നെ ചില മുറിവിൽ കൂടി കടത്തിവിടും ദൈവം. നിനക്ക് എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവത്തില്ല. അങ്ങനെ ഹാപ്പിനെസ് ഉണ്ടായ ബൈബിളിലൊരു വാക്കുണ്ട്, കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞാൻ അത് ചെയ്തു. കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ. വല്ല ആവശ്യമുണ്ടോ? എന്തിനിത്? ആരെ കാണിക്കാൻ? ആളെ കളിക്കാനാണ്. ആളെ കാണിച്ച് 10 ആളെ കൂട്ടി അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേ ചെയ്തു. ഭൂമിയിൽ നിനക്കെല്ലാം ഓക്കെ, പക്ഷേ നിൻ്റെ ഹൃദയം അറിയുന്നൊരു യേശുവുണ്ട്. ഹല്ലേലൂയ. ആരെ വേദനിപ്പിക്കാൻ പറയണില്ല. എൻ്റെ സാക്ഷ്യം പറഞ്ഞ് കുറച്ചുകൂടി എന്തോ ലൈക്ക, ഇതിനൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ചോ, ദൈവം നിൻ്റെ ആഴങ്ങളെ അറിഞ്ഞിട്ടാണ് നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത്. പക്ഷെ നിന്നെ ചിലതിൽ കൂടി കടത്തി വിട്ടാലേ പറ്റൂ. അതുകൊണ്ട് പിറുപിറുത്തുകളരുത്. ഇവിടെ ഈ 2 വ്യക്തികൾക്ക് പറയട്ടെ, നീ വെള്ളം കോരടെ, ഞാൻ ഇത്ര നേരം കോരി എൻ്റെ നല്ല ടയേർഡായിട്ടിരിക്കണം, നീ എന്തെങ്കിലും ചെയ്, എനിക്ക് വയ്യ. ഇതൊന്നും അവർ പറഞ്ഞില്ല. യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ അവർക്ക് എനർജിയായി. ഹലോ, നീ ദൈവവചനം, ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിനക്കറിയാമോ? ഈ ബൈബിള് നീ ഏത് രീതിയിൽ വായിക്കുന്നു എന്ന് ആദ്യം ചിന്തിക്കേ. ആ ബൈബിളിലെ ഓരോ വാക്കുകളും വചനങ്ങളും ഓരോ ദിവസം പുതുതായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വരിക. ഞങ്ങൾക്ക് കഷ്ടതയില്ലേ? ഞങ്ങൾ എത്രയോ എടുത്ത് നാണം കെട്ട് തൊലി ഉരിച്ചെടുത്ത്, പിച്ചാത്തി കൊണ്ടല്ല, നാവ് കൊണ്ട്. മുമ്പത്തെ രാജീവാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം പോലും സംസാരിക്കില്ല ഒരുത്തനും. അത് കഴിവല്ല, മിടുക്കയില്ല. പക്ഷെ ഞാനിപ്പോൾ പറയണം, അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. ആമേൻ. നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. പക്ഷെ ഇവിടെ നോക്ക്, കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞു, അവരത് അനുസരിച്ചു. സ്തോത്രം. ഒരു കൊത്തൻ, ആ കൊത്തൻ എപ്പോഴും ഒരു വീട് കെട്ടുമ്പോൾ ഒരു മൈൻഡ് കറക്റ്റാണ്. കയ്യാളും കൂടി അതിന് സപ്പോർട്ടാവണം. എങ്ങനെ? ചാന്തെടുക്കാൻ പറഞ്ഞാൽ ചാന്തെടുക്കണം, കരണ്ടി എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ കരണ്ടി എടുത്ത് കൊടുക്കണം, മുഴക്കോൽ എടുക്കാൻ പറഞ്ഞാൽ അതെടുത്ത് കൊടുക്കണം. പക്ഷെ നീ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ കൊത്തൻ്റെ തലയ്ക്കകത്ത് കിടക്കുന്ന, ആ മേശിരിയുടെ തലയ്ക്കകത്ത് കിടക്കുന്ന നല്ല വീട് കുളമായി പോകും. മറിച്ച് ആ മേശിരി പറയുന്ന കാര്യം ക്ഷമയോട് നീ കേട്ടനുസരിച്ച് നിന്ന, നീ 3 വർഷം വേണ്ട, ഒറ്റ മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ആ കൊത്തൻ നിന്നെ ഒരു നല്ലൊരു പണിക്കാരനാക്കി മാറ്റിയെടുക്കും. മനസ്സിലായ? അങ്ങനെ അത് നടക്കണമെങ്കിൽ നീ ഒന്ന് ചിന്തിക്കേ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് നീ കേട്ടനുസരിച്ച് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ട് നിർത്തും. പാസ്റ്റർമാർ ദൂത് പറയാം, അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പാസ്റ്റർമാരുടെ പുറകിൽ പോവാം, അതും തെറ്റെന്ന് പറയുന്നില്ല. നീ ഇരിക്കേണ്ട സ്ഥാനത്ത് നീ ഇരിക്കേ. ഏലിയാവ് കരഞ്ഞു, ദാവീദ് കരഞ്ഞു, മോശ കരഞ്ഞു. നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്കിയാൽ മതി. ഇതിനൊന്നും കർത്താവ് മറുപടി കൊടുത്തില്ല. കർത്താവ് പറഞ്ഞത് മുമ്പോട്ട് പോടാന്നാണ് പറഞ്ഞത്. ചെങ്കടൽ കണ്ട് കരഞ്ഞു. സ്തോത്രം. ഏലിയാവ് ആ ഇസബേലിൻ്റെ വാക്ക് കേട്ട് കരഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കേ എന്നല്ല പറഞ്ഞേ, മുമ്പിലോട്ട് പോകും. കർത്താവ് ഇങ്ങനെ സംസാരിക്കുള്ളൂ, മുമ്പിലോട്ട് പോകും. ഒരു വാക്ക് മതി നിൻ്റെ ജീവിതം മാറാൻ, നിൻ്റെ പ്രാർത്ഥന ശൈലി മാറാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നീ 2025 ഇനി 26 ചെയ്യാം എന്നൊന്നും ആലോചിക്കേണ്ട. 2025 ചെയ്യേണ്ട കാര്യം എന്താണ്? കർത്താവെ ചെയ്ത് തീർക്കണം. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പാസ്റ്ററെ. എടാ, നീ ഒറ്റയ്ക്ക് മതി. മോശ ഒറ്റയ്ക്കായിരുന്നില്ലേ? ഏലിയാവ് ഒറ്റയ്ക്കായിരുന്നില്ലേ? എന്തിനധികം പറഞ്ഞ ഡാനിയേൽ എന്തായിരുന്നു? ഒറ്റയ്ക്കായിരുന്നില്ലേ? സിംഹക്കൂ ഗുഹയ്ക്കകത്ത് ശദ്രക് മേശക് അബേദ്നെഗോ ഉണ്ടായിരുന്ന? ഇല്ല, അങ്ങനെ ഒറ്റയ്ക്ക് തന്നെ. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചെന്തായിരുന്നു? സിംഹത്തിൻ്റെ വായ അടക്കിയ, പല്ലിൻ്റെ ഗർജനം, സിംഹ, ഇതൊന്നും അങ്ങനെ പ്രാർത്ഥിച്ചില്ല.
അങ്ങനെ ഒന്നേ പ്രാർത്ഥിച്ചുള്ളൂ. ഇസ്രായേലിനെ നോക്കി കിളിവാതിൽ തുറന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സിംഹത്തിൻ്റെ വായെ താനെ അടച്ചു. ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ നടന്നു. കാരണം അങ്ങേര് ആ ദേശത്തുള്ള ഒന്നും അങ്ങേർക്ക് വേണ്ടെന്ന് വെച്ച് ദൈവം മാത്രം. ഹല്ലേലൂയ. നന്മ നിന്നെ തേടി വരും. നീ നന്മയെ തേടി പോണ്ട, നീ പ്രാർത്ഥിക്ക്, നീ ഇരിക്കുക. എന്തിനാ ഇത് പറയുന്നേ? ആ കൽഭരണിയുടെ അടുത്തിരിക്കുന്ന 2 വ്യക്തികളുടെ ജീവിതത്തിൽ മേൽ ഒരു അത്ഭുതം നടന്നില്ലേ? അവരെ കൊണ്ട് തന്നെ നമുക്കെന്തത് വായിച്ചേക്കാം. ഒന്ന് കുറച്ച് വായിച്ചേ സംഭവം. ആ വെള്ളം നിറച്ച് പെട്ടെന്ന് വായിക്കേ. യേശു അവരോട്, ഈ കൽപാത്രങ്ങൾ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു. കുറച്ച് ഉറച്ചത്തി വായിക്കും. തക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. കണ്ട, ആ വീട്ടിനകത്ത് പോലും കയറാൻ പറ്റാത്ത ടീമാണ് ഇമാര്. യേശു പറഞ്ഞിട്ട് നീ തന്നെ എന്ത് ചെയ്ത് കൊണ്ടു കൊടുക്കുക. കണ്ട, നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പറ്റുന്ന നിന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. അതിന് സമയമെടുക്കും. നീ മാറണം. കർത്താവ് പറയുന്ന അയ്യോ അവർക്ക് വേണമെങ്കിൽ പറയാം, അയ്യോ യേശുവേ ഞങ്ങൾ അങ്ങോട്ട് കയറില്ല, ഞങ്ങളെ കൊണ്ടത് പറ്റൂല കർത്താവേ. നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ്. അയ്യോ അത് ഇന്ന പാസ്റ്റ് വരണം, ഭൂതം മാറണമെങ്കിൽ ഇന്ന പാസ്റ്റ് വരണം, പ്രവചിക്കണമെങ്കിൽ ഇന്ന പാസ്റ്റ് വരണം. എന്ത് നീ പ്രവചിക്കൂലേ? നീ ഭൂതത്തെ പുറത്താക്കൂലേ? പിന്നെ എന്തിനാണ് യേശു 70 പേരെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞത് പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ആയിവ? അവർ ഓടിയെന്ന് പറഞ്ഞ് കർത്താവെ നിന്റെ നാമം പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ ഞങ്ങളുടെ കാൽ കീഴിലെന്ന് ഇല്ലേ? കർത്താവിനെ പറഞ്ഞ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പാമ്പുകളും തേളുകളെയും ശത്രുവിൻ്റെ സർവ്വബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. കണ്ട എന്നും പറഞ്ഞുകൊണ്ട് പാസ്റ്റർമാർ വേണ്ടെന്നോ പ്രവചനം വേണ്ടെന്നോ ഒന്നുമല്ല. നീ പ്രവചനത്തിൻ്റെയും ഇതിൻ്റെ ബാക്കിൽ ഓടാതെ അവിടെ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുകയും നിൻ്റെ വാതിൽ ദൈവം തുറക്കും. എങ്ങനെയെന്ന് വെച്ചാൽ നിൻ്റെ ജീവിതത്തിനകത്തുള്ള അഴുക്കുകളൊക്കെ മാറ്റി നിൻ്റെ ഹൃദയത്തിൽ ശുദ്ധീകരണം ദൈവം ചെയ്യും. അത് അത്ഭുതം ചെയ്യും ഇല്ലേ? മുടന്തൻ്റെ അടുത്ത് പറഞ്ഞ എന്താ അടിച്ചു പോടാ പോയി അടിച്ചു പോ, ഇത്രയേ ഉള്ളൂ. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പാസ്റ്റർമാർ തലയിൽ കൈവച്ചിട്ടല്ല. ഞാൻ ചങ്കുറ്റത്തോടെ പറയണം, ഒരു പാസ്റ്റർമാരും തലയിൽ കൈവച്ചിട്ടല്ല രാജീവ് യേശുവിൻ്റെ അറിഞ്ഞത്. സീരിയസ് ആയിട്ട് പറയുന്നത്. നിഗളം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒന്നുമല്ല. ഒരു പാസ്റ്റർമാരും വളർത്തിയിട്ടില്ല. എല്ലാം ഇടിച്ച് താഴ്ത്തിയിട്ടേ ഉള്ളൂ. ഓപ്പണായിട്ട് പറയാം, ഇടിച്ച് താഴ്ത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ചുരുക്കം 2-3 പേരാണ് ഒന്ന് കൈ താങ്ങിയത്. 2-3 പേര്. അവർ പോലും ചില നേരത്ത് കൈവിട്ടിട്ടുണ്ട്. പക്ഷെ അവരെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ. അവരങ്ങനെ കൈവിട്ടത് കൊണ്ട്, ഇവരെല്ലാം ഇങ്ങനെ എൻ്റെ നേരെ ചെയ്തത് കൊണ്ട് യഥാർത്ഥത്തിൻ്റെ വചനം, യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ വചനം എന്നെ മാറ്റി. ആരെടുത്തും ഒരു പകയില്ല, വൈരാഗ്യവും ഇല്ല. സ്തോത്രം. എത്ര പേര് പറഞ്ഞ് എനിക്ക് കിർക്കുണ്ട്, ഇവൻ അമ്പലത്തിൽ നിന്ന് ഇവിടുന്ന് വന്നേയില്ല, ആനയാണ്. ഒത്തിരി കേട്ട് എനിക്ക് ചിരിയുമായി. കാരണം കർത്താവ് കേട്ടതിൻ്റെ ഒരു കാൽഭാഗം പോലും ഞാൻ കേട്ടിട്ടില്ല. നിന്നെ എവിടെ ചീളാക്കുന്നു പോകും അവിടെ ദൈവം നിന്നെ മാനിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളം മട്ടം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.